ഭഗവാന്റെ ബ്രഹ്മണ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതായ ഈ കഥ നമ്മൾ കേട്ടാൽ നമുക്കും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളാണ് സജ്ജനങ്ങൾ. ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരായ മഹാത്മാക്കളെ, ബ്രാഹ്മണരെ ആരാധിക്കുന്നതാണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് ഭഗവാൻ വിചാരിക്കുന്നു. ബ്രഹ്മണ്യദേവനായ ഭഗവാന്റെ ബ്രഹ്മണ്യതയെ കാണിച്ചു തരാൻ, സജ്ജനങ്ങളോടുള്ള ഭഗവാനുള്ള ആത്മാർത്ഥത എത്ര വലുതാണ് എന്ന് കാണിച്ചു തരാൻ, അതിനാണ് ഇങ്ങനെയൊരു രംഗം ഭാഗവതത്തിലുള്ളത്. ഭഗവാൻ ഭക്തഭക്തിമാൻ എന്നാണല്ലോ പറയുക. ഭക്തജനങ്ങളൊക്കെ ഭഗവാനോടുള്ള ഭക്തി പോലെ തന്നെയാണ് ഭക്തജനങ്ങളോട് ഭഗവാനും. അംബരീഷന്റെ കഥയിൽ സാധുക്കളാണ് എൻ്റെ ഹൃദയത്തിൽ, സാധുക്കളുടെ ഹൃദയത്തിൽ ഞാനും. എനിക്ക് എൻ്റെ ഭക്തജനങ്ങളെ അല്ലാണ്ട് ആരെയും അറിയില്ല, എൻ്റെ ഭക്തർക്കോ എന്നെ അല്ലാണ്ട് വേറെ ആരെയും അറിയില്ല. ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പതിക്ക് പത്നിയോടും പത്നിക്ക് പതിയോടും ഉള്ളതുപോലത്തെ ഒരു അനുരാഗവും പ്രേമവും. നമ്മൾ കുറേശ്ശെ തല്ലൊക്കെ കൂടും, താൻ പോയി പണി നോക്കണം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്നൊക്കെ വരും. എന്നാലും അങ്ങനെ പോവാറുമില്ല, പണി നോക്കാറുമില്ല, നോക്കില്ല എന്നറിയാനും. അതുകൊണ്ടായി പറയണതും. അപ്പൊ അതുപോലെയാണ് എൻ്റെ ഭക്തർക്ക് എന്നോടുള്ള ബന്ധം. ഏതുപോലെ? വശീകുർവന്തി മാം ഭക്ത്യാ സത്സ്ത്രിയ സത്പതിം യഥാ. നല്ല ഭാര്യമാര്, നല്ല ഭർത്താക്കന്മാരെ വശീകരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് എൻ്റെ ഭക്തജനങ്ങൾ എന്നെ വശീകരിച്ചു വെച്ചേക്കണത്. ദാരാഗാര പുത്രാപ്താൻ പ്രാണാൻ വിത്തമിമം പരം ഹിത്വ മാം ശരണയ്യാതാ. അപ്പൊ അവർക്ക് ദാരങ്ങളുണ്ട്, കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഭക്തജനങ്ങളെ, കുട്ടികളുണ്ട്, ആകാരമുണ്ട്, ഭവനുണ്ട്, അതുപോലെ സമ്പാദിച്ചതായിട്ടുള്ള ധനമുണ്ട്. പിന്നെ അവരവരുടെ ജീവിതം അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, ശരീരത്തെ നിലനിർത്തുന്നുണ്ട്, പ്രാണനെ നിലനിർത്തുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം ഇമം പരം ഹിത്വ, ഇതിനെയൊക്കെ രണ്ടാമതാക്കി തള്ളിക്കളഞ്ഞ് മാം ശരണം യാതാ, എന്നെ ശരണം പ്രാപിച്ചവരാ ഭക്തജനങ്ങൾ. അപ്പോ വേറെ അനവധി കാര്യങ്ങള് ഉണ്ടെങ്കിലും അതിനെ രണ്ടാമതാക്കി കണക്കാക്കി ഒന്നാമതായി ഭഗവാന്റെ കാര്യങ്ങളെ കണക്കാക്കണവരാണ് ഭഗവാന്റെ ഭക്തജനങ്ങൾ. അതുകൊണ്ടല്ലേ ഈ 2 അധ്യായങ്ങൾ പറയാൻ പുറപ്പെടുന്ന സമയത്ത് ആദ്യമേ പരീക്ഷിത് രാജാവ് പറയണത് സാവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മ കരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യകഥാ സകർമ്മഃ. ആ വാക്ക് ഏത് വാക്ക്? അസ്യ ഗുണാൻ. ആ ഭഗവാന്റെ ഗുണങ്ങളെ ഗാനം ചെയ്യണ പറയണ വാക്കുകളെ വാക്ക് തന്നെ വിളിക്കു വയ്ക്കൂ. കരൗച തത്കർമ്മ കരൗ, തത്കർമ്മകരങ്ങളായിരിക്കണം, ഭഗവത്പരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണവയാവണം കൈകള്. മനസ്സ് സ്ഥിരജംഗമങ്ങളിൽ ചരാചരാത്മകമായ പ്രപഞ്ചത്തിലെങ്ങും ഭഗവാനെ സ്മരിക്കുന്നതായിത്തീരണം. ഭഗവാന്റെ പുണ്യകഥകളെ കേൾക്കുന്നതാവണം കാതുകൾ. ശിരസ്തു, ശിരസ്സാകട്ടെ ഭഗവാന്റെ ഉഭയലിംഗങ്ങളെയും നമസ്കരിക്കുന്നതാവണം. ഭഗവാന്റെ ചതുർഭുജാകാരമായിരിക്കുന്ന ബിംബത്തെയും
സഞ്ചരിക്കുന്ന സജ്ജനങ്ങളാകുന്ന ബിംബങ്ങളെയും ഒരേപോലെ നമസ്കരിക്കുന്നവയാവണം ശിരസ്സ്. കണ്ണുകൾ ഭഗവാനെ തന്നെ കാണാനായി തീരണം. പുനഃ പുനഃസ്മരയന്തി നന്ദഗോപസുതം ബത. ഉദ്ധവര് ഗോപിമാരുടെ അടുത്തേക്ക് ഭഗവാൻ പറഞ്ഞയച്ചതനുസരിച്ച് ചെന്നപ്പോ അവര് പറഞ്ഞു, ഈ വൃന്ദാവനവും ഗോവർദ്ധനവും യമുനാതീരവും ഇവിടുത്തെ പാത്രങ്ങളും പശുക്കളും തൊഴുത്തും എല്ലാം ഞങ്ങളെ കൃഷ്ണനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കാണുന്നതിൽ എന്തിലും ഭഗവാനെ കുറിച്ചിട്ടുള്ള ഓർമ്മ വരുന്നതായ കാഴ്ചകളാവുക. അതുപോലെ ഭഗവാന്റെ പാദതീർത്ഥത്തെ സേവിക്കുന്നതാവുക രസന. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത്പരമാക്കി തീർക്കാൻ സാധിക്കുമ്പോഴേ ഈ മനുഷ്യ ജീവിതം കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളാണ് സജ്ജനങ്ങൾ. ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരായ മഹാത്മാക്കളെ, ബ്രാഹ്മണരെ ആരാധിക്കുന്നതാണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് ഭഗവാൻ വിചാരിക്കുന്നു. ഋഷഭയോഗീശ്വരന്റെ ഉപദേശ സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഋഷഭയോഗീശ്വരൻ പറയുന്നുണ്ട്, ബ്രഹ്മാവ് എന്നെ പരമേശ്വരനായിട്ട് കണക്കാക്കുന്നു. സമൽപര, ഞാനോ അഹം ദ്വിജദേവദേവ, ഞാൻ സജ്ജനങ്ങളെ എൻ്റെ ഈശ്വരനായിട്ട് കണക്കാക്കുന്നു. അങ്ങനെയുള്ള സജ്ജനങ്ങളെ ഈശ്വരനായിട്ട് ഭഗവാൻ കണക്കാക്കണമെന്ന് പറഞ്ഞാൽ അതിപ്പോ എങ്ങനെയാ? ഈ സജ്ജനങ്ങളെ ഭഗവാൻ ഈശ്വരനായിട്ട് കണക്കാക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മുഴുവൻ വ്യക്തമായി. ഭക്തജനങ്ങൾ ഭഗവാനെ പൂജിക്കണത് എങ്ങനെയാണെന്ന് ഏതാണ്ടൊക്കെ ഒരു ധാരണ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഭക്തരെ ഭഗവാൻ എങ്ങനെയാ പൂജിക്കണത്? ഇതുപോലെ. ഏതുപോലെ? അപ്പൊ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തിലെ ഏകദേശം അവസാന ഭാഗം ആവുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്ന ഒരു സുന്ദരമായ ചരിത്രം, ഒരു വൃത്താന്തമാണ് സുദാമാവിൻ്റെ ശ്രീരാമചരിതം എന്ന പേരൊക്കെ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ അധ്യായത്തിന് വളരെ രസകരമായൊരു പേരാണ് പൃഥുകോപാഖ്യാനം. പൃഥുകത്തിൻ്റെ കഥ, അവിലിൻ്റെ കഥ. ഗുരുനാഥൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്, അവിലിൻ്റെ കഥ എന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് കുറച്ച് എളുപ്പം. അവരെ അക്ഷരം മാറ്റിയാൽ ആ കഥയുടെ മുഴുവനും താല്പര്യം അതിൽ ഉൾക്കൊണ്ടു. അവില് മാറ്റിയിട്ട് അലിവാക്കിയാൽ മതി. അപ്പോൾ അലിവിൻ്റെ കഥയായി എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പം അതുപോലെ ഗുരുനാഥന്റെ മഹിമയുടെ കഥ, സൗഹൃദത്തിൻ്റെ കഥ, ഭക്തിയുടെ കഥ, പ്രേമത്തിൻ്റെ കഥ, അതാണ് സുദാമാവിൻ്റെ ചരിത്രം. പരീക്ഷിത്ത് രാജാവിന് ബലരാമസ്വാമിയുടെ പല കഥകളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശുകമഹർഷി. അദ്ദേഹം നൈമിശാരണ്യത്തിൽ പോയി അവിടെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന സൂതമഹാശയനെ ആ പുല്ലെറിഞ്ഞ് കഥ കഴിച്ചു. അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങളൊക്കെ കേട്ടപ്പോൾ പരീക്ഷിത്ത് രാജാവ് ചോദിച്ചു, അല്ല ശുകമഹർഷേ, ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണി. ഭഗവാൻ മുകുന്ദന്റെ എന്തെങ്കിലും മറ്റ് കഥകൾ ഇനി പറയാൻ ബാക്കിയുണ്ടോ? അനന്തവീര്യനായിരിക്കുന്ന ഭഗവാന്റെ അത്തരം കഥകൾ കേൾക്കണമെന്ന് ഞാൻ മോഹിക്കുന്നു. ആരൊക്കെയാണ് ഈ ഭഗവാന്റെ കഥ കേട്ട് മതി എന്ന് തോന്നിയിട്ടുള്ളത്? ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ? എപ്പോൾ കേൾക്കുമ്പോഴും അത് ഉത്തമ. അല്ലാണ്ട് പണ്ട് ദോശ വിളമ്പിയ പോലെ ആദ്യത്തെ ദോശയ്ക്ക് നല്ല സ്വാദായിരുന്നു, രണ്ടാമത് വിളമ്പിയപ്പോൾ ചട്നിയിൽ ഉപ്പ് ഏറിയിട്ടുണ്ടെന്ന് തോന്നി, മൂന്നാമത് വിളമ്പിയപ്പോഴേക്കും അല്ല ചട്നിയിലല്ല ദോശയിലും ഉപ്പ് ഏറിയണു എന്നൊക്കെ തോന്നി തുടങ്ങി. ആദ്യത്തെ ആ വിശപ്പ് അതിങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഓരോരോ ദുസ്വാദുകൾ ഇങ്ങനെ അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ ആദ്യം ഉത്തമം, പിന്നെ മധ്യമം, പിന്നെ അധമം,
അങ്ങനെ ആയിത്തീരണതായ സാമാന്യ ലോക വിഷയങ്ങളെ പോലെയല്ല ഭഗവാന്റെ കഥ. അല്ലെങ്കിൽ ഇപ്പോ ഈ ഉച്ചയ്ക്ക് 2-2:30 നേരത്ത് ഇവിടെ അങ്ങനെ വന്നുകൂടിയിരിക്കും ആളുകൾ സമന്ത പഞ്ചകത്തില് ഭഗവാനെ കാണാൻ സൂര്യോപരാഗത്തിന് വന്നതുപോലെ. ഏട്ടവും വലവും സ്ഥലമില്ല ഇനിയിപ്പോ. അപ്പൊ അങ്ങനെ ജനങ്ങൾ വന്നിരിക്കാൻ എന്താ കാരണം? ഓരോ തവണ കേൾക്കുമ്പോഴും വീണ്ടും 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 കേൾക്കണം എന്ന് തോന്നുകയുള്ളൂ. രണ്ടാമത് കേൾക്കണ ആൾക്ക് മുമ്പ് കേട്ടതിനേക്കാളും മധുരമുണ്ടല്ലോ. അന്ന് കേട്ടതിനേക്കാൾ കുറച്ചുകൂടി രസമുണ്ട് കേട്ടോ ഇപ്പൊ കേൾക്കാൻ. ഇത് ഭഗവാന്റെ ഏത് വിഷയത്തിനും ഇങ്ങനെയാണ്. ഒരു തവണ രുചിച്ച രണ്ടാമത് രുചിക്കുമ്പോ ആദ്യം രുചിച്ചത്ര സ്വാദ് തോന്നായാണ് ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല. ശ്രുതജ്ഞോ നിത്യനൂതന എന്നും പുതിയൊരു സാധനം ആസ്വദിക്കുന്നത് പോലത്തെ സ്വാദിഷ്ടമായവയാണ് ഭഗവാന്റെ കഥകൾ. മാത്രമല്ല ഈ കഥകൾ ഇങ്ങനെ കേൾക്കണ സമയത്ത് അംഗതാപങ്ങളൊക്കെ ഇല്ലാണ്ടാവും, എല്ലാ ക്ലേശങ്ങളും ഇല്ലാണ്ടാവും. ലൗകികമായിട്ടുള്ള പ്രയാസങ്ങളിൽ മനസ്സ് ചെന്ന് അതിങ്ങനെ വിചാരിച്ച് 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 തലമണ്ട പുകയ്ക്കൽ നിർത്തും. എന്തിനാ ഈ വേണ്ടാത്തത് ഇങ്ങനെ ആലോചിക്കണത്, ഗുരുവായൂരപ്പനെ കുറിച്ചിട്ട് ആലോചിക്കാനുള്ളപ്പോ എന്ന് വിചാരിച്ച് വലിയ വലിയ പ്രയാസങ്ങളെ അതിലേറെ പ്രയാസങ്ങളാക്കണ ഏർപ്പാട് വേണ്ടാന്ന് മനസ്സ് സ്വയം വെച്ചോളും. എങ്ങനെയായാലും ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. നാളെ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഇന്നും അറിയില്ല, അടുത്ത നിമിഷം എന്താ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പം അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് എന്താകും? അപ്പൊ അതുകൊണ്ട് നല്ലതെന്താ, ഭഗവാനെ കുറിച്ച് നിരീക്കുകയാണ് എന്നൊരു തീരുമാനത്തിൽ മനസ്സെത്തും. ഇങ്ങനെ തമസ് യാതൊരുവനെ കുറിച്ചിട്ടുള്ള ശ്രവണത്താൽ ഉദ്ഗമിച്ച് ഇല്ലാണ്ടയപ്പെട്ട അങ്ങോട്ട് പോവോ? അങ്ങനെയുള്ള ശ്ലോകങ്ങളോട് കൂടിയവനാണ് ഉത്തമ ശ്ലോകൻ. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ ആരൊക്കാണ് കേട്ടിട്ട് മതിയായിട്ടുള്ളത്? ഇതിന്റെ വിശേഷം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആരാണ് ഇനി വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്? ഇത് പരീക്ഷിത്ത് രാജാവ് എത്ര തവണയാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്? കൃഷ്ണാവതാരം പറയാറായപ്പോൾ പറഞ്ഞു, രുക്മിണീ സ്വയംവരം പറയാറായപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ വനഭോജന ലീല പറയാറായപ്പോൾ പറഞ്ഞു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര തവണ പരീക്ഷിത്ത് രാജാവ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത്ര അധികം ഉത്സാഹഭരിതനായിട്ടുള്ള ഒരു ശ്രോതാവാണ് മുമ്പിലിരിക്കണത് എന്നുണ്ടെങ്കിൽ പറയണ സുഖമഹർഷിക്കും അതെ എന്തൊരു സന്തോഷാണ് അദ്ദേഹത്തിന് ആ ഭഗവാന്റെ കഥകൾ പറയാൻ. നന്നായി നന്നായി രാജാവേ, സമ്യക് വ്യവസിതാ ബുദ്ധി. നല്ല വഴിക്ക് തന്നെ അങ്ങയുടെ ബുദ്ധി പോയത്. ഭഗവാനെ കുറിച്ച് കേൾക്കണം അങ്ങേക്ക് തോന്നിയില്ലേ? നന്നായി. ഇവര് തമ്മിലുള്ള വാർത്താലാപം ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സൂതമഹാശയനും അതേ മനോഭാവം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഉത്സാഹഭരിതരായ ശ്രോതാക്കളുടെ ശ്രദ്ധ വക്താവിന് കൃതാർത്ഥതയുണ്ടാക്കുന്നു. അദ്ദേഹം അതുകൊണ്ടാണല്ലോ അവസാനം പറഞ്ഞത്, അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാ മേ പരമഋഷി വക്രാത് പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസൃഷീണാം മഹതാം ച ശൃണ്വതാം. നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നോട് ഒരു കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് എനിക്കും ആ ആത്മതത്വത്തെക്കുറിച്ച് ഒന്നും കൂടി സ്മരിക്കാൻ ഒരു സാധ്യത കൈവന്നു. അങ്ങനെയൊരു കൃതാർത്ഥതയുടെ ഭാവം വക്താക്കളൊക്കെ ഉണ്ടായാൽ തന്നെ സപ്താഹം ഭംഗിയായി. അങ്ങനെ കേൾക്കണം എന്നുള്ളൊരു ഉത്സാഹം ശ്രോതാക്കളൊക്കെ ഉണ്ടായാൽ തന്നെ സപ്താഹം ഭംഗിയായി. നെയ്വിളക്ക് വേണ്ട, പറനിറയ്ക്കൽ വേണ്ട, രുക്മിണീ സ്വയംവരത്തിന് കുരുത്തോല വേണ്ട, സാരി വേണ്ട, കുങ്കുമം വേണ്ട, മഞ്ഞൾ വേണ്ട, കുചേലവൃത്തത്തിന് അവിൽക്കിഴി വേണ്ട, ഒന്നും വേണ്ട. ആ വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ഹൃദയം ഒന്നായിട്ട് ഭഗവാനിൽ ആവേശിച്ചിരുന്നാൽ മാത്രം മതി.
ഏതുപോലെ? ഇവിടെ പറയുന്നത് പോലെ വിഷ്ണുരാതേന സംപൃഷ്ടോ, വിഷ്ണുരാതനായിരിക്കുന്ന പരീക്ഷിത്ത് രാജാവിനാൽ സമ്യക്കാകും വണ്ണം ചോദിക്കപ്പെട്ടു എന്നാണ്. കേൾക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് തന്നെ അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ആ ഭഗവാൻ വാസുദേവനിൽ നിമഗ്നമായ ഹൃദയത്തോടു കൂടിയിട്ടാണ് പരീക്ഷിത്ത് രാജാവിന് മറുപടി കൊടുക്കുന്നത്. വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയ അബ്രവീൽ. വക്താവിനും അതെ, വേറെ ഒരു വിചാരവുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആ കഥ പറച്ചിൽ. കൃഷ്ണനൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണ. ഒരു ബ്രാഹ്മണൻ, ബ്രഹ്മജ്ഞാനിയായ ഒരു സജ്ജനം, ഇന്ദ്രിയാർത്ഥങ്ങളിലൊക്കെ വിരക്തനായിരുന്നു. അദ്ദേഹത്തിന് ഒരു സാമാന്യ ലൗകികങ്ങളായിരിക്കുന്ന വിചാരങ്ങളൊന്നുമില്ല. പ്രശാന്ത മനസ്കൻ, ജിതേന്ദ്രിയൻ, യാദൃച്ഛികമായിട്ട് കിട്ടിയത് കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്നു. അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയാണ്. അദ്ദേഹത്തിൻ്റെ പത്നി, അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചേരുന്നത് അതിന് യോജിച്ച വിധത്തിൽ കഴിഞ്ഞുകൂടുന്നവൾ തന്നെയായിരുന്നു. വിശപ്പറിയാണ്ട് കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നൊരർത്ഥം പറയാറുണ്ട്. അരിയിപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ കഴിഞ്ഞുകൂടാൻ. നല്ല വസ്ത്രവും ആഭരണങ്ങളും ഒന്നും അങ്ങനെ ഇല്ലാച്ചാലും കുചൈലസ്യ തസ്യ ഭാര്യ, ആ കുചേലനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ഷുത്ക്ഷാമയായിരുന്നു. എന്ന് വെച്ചാൽ ക്ഷുത്തിന് വിശക്കണ സമയത്ത് അതിനുള്ളത് എന്താച്ചാൽ കഴിക്കാം എന്നൊക്കെ ഉള്ളൊരു മട്ടില് വിശപ്പറിയാണ്ട് കഴിഞ്ഞുകൂടിയിരുന്നു. ക്ഷുത്തിന് നല്ല ക്ഷാമുണ്ടായിരുന്നു. അങ്ങനെ പറയാറുണ്ട്. കാരണം യദൃച്ഛയോപപന്നമായിരിക്കുന്നവയെ കൊണ്ട് സന്തുഷ്ടനായി കഴിഞ്ഞുകൂടുന്ന ഒരു ബ്രാഹ്മണന്റെ പത്നിയായിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം സമ്പത്തും അത്രയൊന്നും ഉണ്ടാവില്ല. കാരണം യദൃച്ഛാലാഭതുഷ്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഞെരുക്കം. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളൊക്കെ അത്ര ധാരാളം ധനമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പതിവ്രതയായിരുന്നു അവര്. അവർക്ക് കുറച്ചുകൂടിയൊക്കെ ധനമൊക്കെ ഉണ്ടെങ്കിൽ, സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്ന് എന്നൊരു തോന്നലൊക്കെ ഉണ്ട്. ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് നന്നായാൽ തരക്കേടില്ല എന്നൊരു അഭിപ്രായം ആ പത്നിക്കുണ്ട്. അതാണ് ഒരു ദിവസം ആ പത്നി മ്ലാനമുഖയായിട്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവളായ ആ പത്നി വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഭർത്താവേ തവ വയസ്യൻ കേശവനിന്നു കീർത്തിയുണ്ടതു മൂല അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് മനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാത് ശ്രിയപതി. അങ്ങയുടെ കൂട്ടുകാരനല്ലേ ആ ഭഗവാൻ. അദ്ദേഹം ബ്രഹ്മണ്യനാണ്, ശരണ്യനാണ്. ബ്രഹ്മണ്യൻ എന്ന് വെച്ചാൽ സജ്ജനങ്ങളോട് ഭക്തിയുള്ള ആളാണ്, ശരണാഗത വത്സലനാണ്. ഇപ്പോ ദ്വാരകാധീശനായിട്ട്, യദുകുലത്തിൻ്റെ നാഥനായിട്ട് ദ്വാരകയിൽ വർത്തിക്കുന്ന അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കാണും. സാധുക്കളായവർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാൻ പറ്റിയ ആളനെയാണ് അദ്ദേഹം. മാത്രമല്ല നമ്മളെപ്പോലെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ അദ്ദേഹം തരും.
ഇപ്പോ ദ്വാരകയിൽ ഇരിക്കണമല്ലോ അദ്ദേഹത്തിന്റെ പാദകമലങ്ങളെ ഒരാൾ സ്മരിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ തന്നെ കൊടുക്കണം. അത്രയും കാരുണ്യവാനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കാരുണ്യം എത്ര വലുത് എന്ന് വെച്ചാൽ, തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരാൾക്ക്, തൻ്റെ പാദകമലങ്ങളിൽ വന്നു വീണിട്ടുള്ള ആൾക്ക് ഒരു ദാസനെ പോലെ എന്താ ചെയ്തു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ ഈ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ട് ഭജിച്ചാൽ അദ്ദേഹം എന്തും തരാണ്ടിരിക്കില്ല. അവനവനെ തന്നെ കൊടുക്കാൻ കൃപയുള്ള ആൾക്ക് എന്താ വേണ്ടച്ചാ കൊടുക്കാനാണോ പ്രയാസം? അതുകൊണ്ട് ഒന്ന് പോയിക്കൂടെ എന്ന ഈ ഭാര്യയാൽ പലവരും പ്രാർത്ഥിക്കപ്പെട്ടു. ഒന്ന് പോവൂ, ഒന്ന് പോയി കണ്ടുവരൂ, ഒന്ന് പൊക്കൂടെ, ഇന്ന് പുറപ്പെടുമോ, നാളെ ആയാലോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ആ അമ്മയുടെ സ്വരത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. വളരെ മൃദുവായ പ്രാർത്ഥനകൾ മാത്രം പലതവണ. അപ്പോ സുദാമാവിന് തോന്നി, അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം ഇതന്നെ. ഏത്? ഉത്തമ ശ്ലോകനായ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ പോവാം എന്ന് നിശ്ചയിച്ച പോവാനായിട്ട് തയ്യാറായപ്പോൾ പത്നിയോട് ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടോ ഭഗവാന് കൊടുക്കാൻ? എന്നാൽ തരൂ, അത് കൊണ്ടു കൊടുക്കാം. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, കൊടുക്കാൻ നോക്കാനുള്ള വസ്തുക്കളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാളൊക്കെ കൊടുക്കണ സമയത്ത് അവനവൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും കാണുകയും ചെയ്യണ ഒരു വസ്തു അല്ലല്ലോ, എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളത് കൊടുക്കണ്ടേ. ഇനി അവനോ സ്ഥിരമായിട്ട് ഉപയോഗിക്കണതിനെ കൊടുക്കണത് വെച്ചാലും കൊടുക്കാൻ നോക്കണമൊന്നുമില്ല അവിടെ. അതാണ് സീതമാന വേപമാന, കഷ്ടപ്പെട്ടിട്ട് അവർ ജീവിക്കണത്, കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ ചൈലഖണ്ഡേന താൻ ബദ്ധ്വാ ഭർത്രേ പ്രാദാ ഉപായനം. 4 ഭവനങ്ങളിൽ ചെന്ന് ഓരോ പിടി അവില് വാങ്ങി അതൊരു തുണിക്കഷ്ണത്തിൽ കെട്ടി പൊതിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ചു. അദ്ദേഹം ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. എങ്ങനെയാവും ഞാൻ ഭഗവാനെ കാണുക? ഭഗവാൻ എന്താവും അവിടെ കാട്ടുണ്ടാവുക? എന്നെ കണ്ടാൽ അദ്ദേഹത്തിന് തിരിച്ചറിയോ? ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ദ്വാരകയിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് ഇതിലിപ്പോ എവിടെയാ ഭഗവാൻ താമസിക്കുന്നത്? 10,16,000 ചില്ലാനം സ്വർണമയികളായിരിക്കുന്ന ഭവനങ്ങളാ അവിടെ. ഇതിലേതാ ഭഗവാൻ? ഗൃഹം ദ്വ്യഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരേർദ്വിജ. എന്നാൽ ആ കണ്ടതിൽ ശ്രീമത്തായ ഒന്നിലേക്ക് പ്രവേശിക്കുക എന്ന് കണക്കാക്കി അദ്ദേഹം കണ്ട ഒരു ഹേമായിട്ടുള്ള ഭവനം ഇവിടെയാവും ഭഗവാൻ എന്ന് തോന്നിയ ദിക്കിലേക്കാണ് കടന്നു. അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദത്തെ പ്രാപിച്ചതുപോലെ ആ ഭവനത്തില് എന്നല്ല എല്ലാ ഭവനങ്ങളിലും ഭഗവാൻ കാത്തിരിക്കുന്നുണ്ട്. എവിടേക്കാ കയറി വരിക എന്നറിയില്ല, കാലത്ത് മുതൽ കാത്തിരിക്കുകയാണ്. എപ്പോഴാ വരിക എന്ന് നിശ്ചയില്ല, എവിടുന്നാ വരിക എന്ന് നിശ്ചയില്ല. വരണ ദിക്കിൽ അപ്ലേ ചെന്ന് സ്വീകരിക്കണം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഭഗവാൻ സമസ്ത ഭവനങ്ങളിലും കാത്തിരുന്നിരുന്നു. അതിൽ ഒന്നിലേക്കാണ് ഇദ്ദേഹം കടന്നു വന്നത്. കണ്ടതും ഭഗവാൻ അവിടെ നിന്ന് ഓടിയിറങ്ങി. തമ്മിലോക്യാച്യുതോ
ദൂരാത് പ്രിയാപര്യങ്കമാസ്ഥിത. തൻ്റെ പ്രിയയോട് കൂടിയിട്ട് ആ പര്യങ്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു ഭഗവാൻ. എന്താ കാണാത്തത്? ഇപ്പൊ വരേണ്ട നേരായി. ആര് വരണ കാര്യമായി പറയണത്? ഇപ്പൊ വന്ന് കണ്ടറിയാലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാനുള്ള മുമ്പിലേക്ക് നോക്കിയിരിക്കൂ, വരുന്നുണ്ടോയെന്ന് നോക്കാനല്ലേ ഇവിടെ വന്നിരിക്കണത് എന്നൊക്കെ പറഞ്ഞ് പത്നിയോട് കൂടിയിട്ട് ഇങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുക കട്ടിലിൻ്റെ മുകളിൽ നോക്കിയിരിക്കണ സമയത്താണ് സുദാമാവ് അവിടേക്ക് എത്തിയത്. ഭഗവാൻ അവിടുന്ന് ചാടി എഴുന്നേറ്റു. സഹസോത്ഥായ ചാഭ്യേത്യ ഊർഭ്യാം പരിയാഗ്രഹീമുദാ. ഓടിച്ചെന്ന് ആ സുദാമാവിനെ ആലിംഗനം ചെയ്തു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ആലിംഗനം ചെയ്ത സമയത്ത് ഭഗവാൻ ഉണ്ടായ ആ സന്തോഷം കൊണ്ട് കണ്ണങ്ങനെ നിറഞ്ഞങ്ങനെ ഒഴുകാൻ തുടങ്ങിയതാണ്. എത്രയോ ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണുന്ന ആ ഒരു സന്തോഷം ഒരു സാമാന്യ ജനത്തിന് അതെങ്ങനെ സന്തോഷം ഉണ്ടാക്കുമോ അതേപോലെ ഭഗവാൻ ആ സന്തോഷം അവിടെ പ്രകടിപ്പിക്കണതേ. കണ്ണ് തന്നെ നിറഞ്ഞൊഴുകുക, ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം. അപ്പോൾ ആ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് തന്നെ ഭഗവാൻ നല്ല നല്ല വാക്കുകൾ പറയുന്നുണ്ട്, പിടിച്ചുകൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ആ കട്ടിലുമ്പിൽ ഇരുത്തുന്നു. തൻ്റെ കൂട്ടുകാരന് വേണ്ടതായിട്ടുള്ള എല്ലാ പൂജകളും ഭഗവാൻ തന്നെ ചെയ്യുക. കാല് കഴുകിക്കുന്നു. ഒരു കിണ്ടി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ പോരെ? അത് പോരാ, ഞാൻ തന്നെയാണ് കാല് കഴിക്കണത്, അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് കാല് കഴിക്കണു. അത് കഴിഞ്ഞ് കാല് തുടച്ചു കൊടുക്കണു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും സുഹൃത്തുക്കൾ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് കാട്ടാറുണ്ടോ? എന്തടോ എത്ര കാലായി, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു എന്നാ നിരീക്ഷിച്ചത്, എന്തേപ്പൊന്ന് ചാടി പുറപ്പെട്ട് പോരാൻ? എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അയാൾക്കും അതെ അങ്ങനെ തന്നെയാണ്. ഇയാളെക്കുറിച്ച് യാതൊരു അന്വേഷണവും പതിവില്ല. ഇന്ന് എന്തോ അപകടത്തിന് ഇയാളെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് പുറപ്പെട്ടു പോകുന്നതാ. ഇതങ്ങനെയൊന്നുമല്ല. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. പത്നി ഇങ്ങനെയാണോ പറഞ്ഞു വിട്ടത് വെച്ചാലും സുദാമാവിൻ്റെ ഉള്ളിൽ എന്താ? അയം ഹി പരമോ ലാഭ. ഇതല്ലേ ഏറ്റവും വലിയ ലാഭം, ഈ ഭഗവാനെ കാണണല്ലേ ഏറ്റവും വലിയ ലാഭം എന്നൊരൊറ്റ ഭാവന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൂ അർത്ഥം. ഭഗവാനും അതെ, സുദാമാവിനെ കാണുന്ന സമയത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ടേ ഞാൻ വിടുന്നു വിടുള്ളൂ, ഇദ്ദേഹത്തെ പൂജിച്ചിട്ടേ ഞാൻ വിടുള്ളൂ, ഇദ്ദേഹത്തെ എങ്ങനെയൊക്കെ ആരാധിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആരാധിച്ചിട്ടേ ഞാൻ വിടുന്നു വിടുള്ളൂ എന്നാ ഭഗവാന്റെയും മനോഭാവം. അപ്പൊ കാല് കഴിക്കണു, ആ കാല് തുടച്ചു കൊടുക്കണു. അത് കഴിഞ്ഞ് പുഷ്പങ്ങളെ കൊണ്ടും ചന്ദനാദികളെ കൊണ്ടും ഒക്കെ ഭഗവാൻ ആ മിത്രത്തെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ പൂജ കഴിക്കുന്നു, പ്രദക്ഷിണം വയ്ക്കുന്നു, നമസ്കരിക്കുന്നു. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്! ആ പാദതീർത്ഥം അത് ഭഗവാൻ തന്നെ രണ്ട് കൈകളിലും അങ്ങനെ എടുത്ത് തൻ്റെ ശിരസിലേക്ക് അങ്ങനെ തളിച്ച് അങ്ങനെ ആനന്ദം കൊണ്ട് കോൾമയർ കൊണ്ടുവന്നാണ്. ആ ബ്രഹ്മണ്യനായിരിക്കുന്ന ഭഗവാന്റെ ബ്രഹ്മണ്യത ഇങ്ങനെയൊക്കെയാ ഭഗവാൻ കാണിക്കുന്നത്. ഭഗവാന്റെ ആ പൂജ കഴിഞ്ഞ് നട തുറന്ന ആ തീർത്ഥം, ശ്രീപാദ തീർത്ഥം, അതങ്ങോട്ട് തളിക്കണ സമയത്ത് ആ ഭക്തജനങ്ങൾക്കൊരു കോൾമയർ കൊള്ളലുണ്ടല്ലോ, അതുപോലെ ആ സുദാമാവിൻ്റെ കാല് കഴുകിയിട്ടുള്ള ആ തീർത്ഥം അതങ്ങനെ ശിരസിൽ ധരിച്ചപ്പോ ഭഗവാൻ എന്തൊരു സന്തോഷമാണ് ഉണ്ടായത്. ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ആളാണ് ഭഗവാൻ. അതാണ് ഈ ഭാഗവത്തിലെ ഓരോ വാക്കും വേണ്ട ദിക്കിനെ പാകത്തിൽ വെച്ചിട്ടുണ്ട്. അഗ്രഹീച്ചിരസാരാജൻ ഭഗവാൻ ലോകപാവന. ലോകത്തിലുള്ള എല്ലാവർക്കും യാതൊരു ഭഗവാന്റെ പാദതീർത്ഥമാണോ അവരെ ശുദ്ധീകരിക്കുന്നതായിട്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഭഗവാൻ താൻ ശുദ്ധനാവട്ടെ എന്ന നിലയ്ക്കാണ് പൂയേത്യംഘ്രേണുഭി എന്ന് ഉദ്ധവരോട് പറയണത് പോലെ ഞാനൊന്ന് ശുദ്ധാവട്ടെ എന്ന ഭാവത്തിൽ ആ പാദതീർത്തെടുത്ത് ശിരസിൽ തളിക്കുന്നത്. ധൂപദീപങ്ങളെ കൊണ്ടും നല്ല ഉപഹാരങ്ങളൊക്കെ നൽകിയിട്ടും ഒക്കെ ആ സുദാമാവിനോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പം ഈ ദ്വാരകയിൽ വേറെയും കുറേ ആളുണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അവർക്കറിയില്ല. അവരിങ്ങനെ വന്ന് നോക്കണ സമയത്ത് കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം
ദേവീ പര്യചരത് സാക്ഷാത് ചാമരവ്യജനേന വൈ. അവർക്ക് എന്താ അത്? ആരാ ഇദ്ദേഹം? നല്ലൊരു വസ്ത്രമില്ലല്ലോ, നല്ല ആഭരണങ്ങളില്ലല്ലോ, നാലാള് കണ്ടാൽ മതിക്കാൻ പാകത്തിലുള്ള ഒന്നുമില്ല അദ്ദേഹം, ഒരു പ്രത്യേകതയില്ല. പക്ഷെ ലക്ഷ്മി ദേവിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ വെഞ്ചാമരം കൊണ്ട് വീശി കൊടുക്കുന്നത്. അന്തഃപുരത്തിലുള്ള ആളുകളൊക്കെ വന്ന് നോക്കിയ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരാളെ പൂജിക്കുന്നു. ഇതിങ്ങനെ കണ്ട അവരൊക്കെ വിസ്മയിച്ചു പോയി. ഇദ്ദേഹം ഏതോ അവധൂതനാണ് എന്ന് തോന്നുന്നുണ്ട്. അതാണ് ഭഗവാൻ പൂജിക്കാൻ കാരണം. എന്ത് പുണ്യാണ് പോലെ അദ്ദേഹം ചെയ്തത്. ലക്ഷ്മിയുടെ കണിക പോലും ഇല്ലാത്ത, എല്ലാവരും രാധമൻ എന്ന് വിചാരിച്ച് തള്ളിക്കണയണ ഒരാളെയാണ് ഭഗവാൻ അവിടെ ഇരുത്തി പൂജിക്കുന്നത്. ത്രിലോക ഗുരുവായിരിക്കുന്ന ഭഗവാൻ, എല്ലാവർക്കും ആരാധ്യനായ ഭഗവാൻ ഒരാളെ ആരാധിക്കുന്നു. ശ്രീനിവാസനായിരിക്കുന്ന ഭഗവാൻ, സർവസമ്പൽ സമൃദ്ധിയും തൻ്റെ മാറിൽ ലക്ഷ്മിയായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഭഗവാൻ ഇവിടെ ഒരാളെ പൂജിക്കുന്നു. തൻ്റെ ഒപ്പം ഇരുന്നേരുന്ന ലക്ഷ്മി ദേവി അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആ വെഞ്ചാമരം എടുത്തു കൊടുത്ത് വീശി കൊടുക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിർത്തി തൻ്റെ ജ്യേഷ്ഠനെ പോലെ ആ ഇരിപ്പിടത്തിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ. സാധാരണ ബലരാമേട്ടൻ വരുമ്പോഴാണ് ലക്ഷ്മി ഒന്ന് ഏട്ടൻ വരുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി ദേവി നീക്കിയായി, ഭഗവാനും നീക്കിയായി. അത് കഴിഞ്ഞാൽ ഏട്ടൻ അവിടെ വന്നിരിക്കും. കൃഷ്ണ അവിടെ ഇരിക്കുമോ, ഒരു വട്ടം ചോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാലാണ് കൃഷ്ണ അവിടെ ഇരിക്കുക. എന്താവോ ഏട്ടാ, എന്താ കൃഷ്ണ, ഇവിടെ ഞാൻ അറിയാണ്ട പലതൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എന്താണാവോ ഏട്ടാ, ആരോ ഒരു കത്തും കൊണ്ട് വന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. കൃഷ്ണൻ പുറപ്പെടുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനും പുറപ്പെടുന്നുണ്ട്. അയ്യോ ഏട്ടൻ്റെ ഒരു വിവാഹം കഴിഞ്ഞതല്ലേ. അതിനല്ല മുസ്പ, ഞാനും പുറപ്പെടുന്നത് നീ അവിടുന്ന് തല്ലുകൊള്ളാണ്ടിരിക്കാനാ എന്ന് ഭ്രാതൃസ്നേഹ പരിപ്ലുതനായിട്ട് ഏട്ടൻ അങ്ങനെ പുറപ്പെടാറൊക്കെ ഉണ്ട്. അങ്ങനെ പുറപ്പെടാനായിട്ട് വരുന്ന സമയത്താണ് ഈ വക ലക്ഷ്മി ദേവി ചാടി എഴുന്നേൽക്കലും വെഞ്ചാമരം കൊണ്ട് വീശി കൊടുക്കലും. ഈ ബലരാമേട്ടൻ എപ്പോഴും ശുണ്ഠി ആയതുകൊണ്ട് കണ്ട അപ്പം വീശി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഒന്ന് തണുക്കിച്ചാൽ തണുത്തോട്ടെ എന്ന് ഇരിച്ചിട്ട്. അപ്പോ അതുപോലെയൊക്കെ ആ ഏട്ടനെ മാത്രമേ ലക്ഷ്മി ദേവിയെ പോലും എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോ പര്യങ്കസ്ഥാം ശ്രിയം ഹിത്വാ പരിഷ്വക്തോഗ്രജോ യഥാ. തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് ഭഗവാൻ പ്രേമത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ വർത്തമാനങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ, നമ്മൾ കേട്ടാൽ വിരോധമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും അടുത്തേക്ക് അങ്ങനെ ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവരും കേൾക്കട്ടെ വെച്ചിട്ട് തന്നെയാ ഭഗവാൻ. പൂർവാ ഗുരുകുലേ സതോ ആത്മനോഹോ. കുട്ടിക്കാലത്ത് ഗുരുനാഥന്റെ ഭവനത്തില് ഒപ്പം നടന്ന കഥകളാണ് പറയണത്. അങ്ങനെ വരട്ടെ, ഇപ്പോഴാണ് ആരാ ഈ വന്ന ആള് എന്ന് മനസ്സിലായത് നമുക്കും. അതെ, നമ്മളിത് മുമ്പ് കേട്ടിട്ടുള്ളതുകൊണ്ടാ ഒരു 64 ദിവസം. അത് ഇപ്പോഴാണ്. പൂർവാ ഗുരുകുലേ സതോ ആത്മനോർ ലളിതാരാജൻ കരൗ ഗൃഹ്യ പരസ്പരം. ആ രണ്ട് കയ്യും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഭഗവാൻ ചോദിക്കുന്നു, അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാ ലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢ സദൃശീ നവ. ഗുരുകുലത്തിൽ നിന്ന് ഗുരുനാഥൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി പുറപ്പെട്ടതിന് ശേഷം സമാവർത്തനം ഒക്കെ കഴിഞ്ഞില്ലേ, അങ്ങയുടെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങേക്ക് യോജിച്ച പത്നി തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ അന്വേഷിക്കുകയാണ് ഭഗവാൻ. ഇപ്പൊക്കെ കാണാറുണ്ടല്ലോ
പല സപ്താഹങ്ങൾക്കും ഈ സുദാമാവിൻ്റെ വേഷമൊക്കെ കെട്ടി വന്ന് അങ്ങനെ പിന്നിൽ പാട്ടൊക്കെ വെച്ച് സുദാമാവ് ഇങ്ങനെ നിലവിളിച്ച് അദ്ദേഹത്തിന് കുനിയാനും വയ്യ, നിവരാനും വയ്യ, ഒന്നിനും വയ്യ. അത്രയൊക്കെ ആയിട്ടുണ്ടാവോ സുദാമാവിന് പ്രായം? ശല്യ. എന്തായാലും അത്ര പ്രായമായ ഒരാളോട് അങ്ങയുടെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ? അങ്ങേക്ക് യോജിച്ച ഭാര്യ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഭഗവാൻ ചോദിക്കുമോയെന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ്. പപ്പടമൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴേ ആ സുദാമാവിനെ കണ്ടാൽ അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരിക ആവില്ലായിരിക്കും ഭേദം. നമ്മൾ അവിടെ ഇങ്ങോട്ട് ചെന്ന് എടുത്തുകിട്ട് കൊണ്ടൊക്കെയാവും ഭേദം എന്ന് തോന്നും. അപ്പം അത്രയൊക്കെ ആയിട്ടുണ്ടോ? ഏതായാലും സമാവർത്തനമൊക്കെ കഴിഞ്ഞ് അങ്ങേക്ക് യോജിച്ച പത്നി തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്. അങ്ങയുടെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ നടക്കണില്ലേ? പിന്നെ എനിക്കറിയാം അങ്ങേക്ക് ഉള്ളുകൊണ്ട് അങ്ങ് സന്തുഷ്ടനാണ്, പുറമേക്ക് അത്രയൊന്നും വൈഭവമൊന്നും ഇല്ലാച്ചാലും. ചില ആളുകൾ ഓരോരോ കർമ്മങ്ങൾ സാമാന്യങ്ങളായിരിക്കുന്ന സമ്പത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഭക്തജനങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യണതിനും ഒരർത്ഥമേ ഉള്ളൂ, ലോകസംഗ്രഹം, ലോകത്തിന് മംഗളം ഉണ്ടാവട്ടെ എന്ന്. എന്നെ പോലെ തന്നെയാണ് സജ്ജനങ്ങളും. അങ്ങും അങ്ങനെ തന്നെയല്ലേ? അങ്ങിപ്പോൾ സ്വർഗലോകം കിട്ടണമെന്ന് നിരീക്ഷിച്ചിട്ട് യാഗഹോമാദികളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടണമെന്ന ഒരാളൊന്നും അല്ലായിരിക്കുമല്ലോ എന്നൊക്കെ ഭഗവാൻ പറയുന്നു. അതൊക്കെ ഇരിക്കട്ടെ. നമ്മുടെ ആ ഗുരുകുലത്തിലുള്ള താമസം അങ്ങിപ്പോഴും ഓർക്കണില്ലേ? അറിയേണ്ടതൊക്കെ അറിഞ്ഞ് ആരാണോ ഗുരുനാഥന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവുന്നത് അവർ മാത്രമേ അജ്ഞാനമാകുന്ന സംസാരത്തെ കടക്കാൻ ശക്തിയുള്ളവരാവണുള്ളൂ. അല്ലാത്തവരൊക്കെ ആർക്കും സംസാരം കടക്കാൻ സാധിക്കില്ല. താൻ വിദ്യയൊക്കെ അഭ്യസിച്ചോ? ഒരു കൂട്ടം വിദ്യയൊക്കെ അഭ്യസിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ഏർപ്പാട്? ഒരു കൂട്ടം വിദ്യയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുള്ളൂ. അങ്ങനെയുള്ള ചില ചപ്പിടി വിദ്യയായിട്ട് കഴിഞ്ഞുകൂടിയോണ്ട് കാര്യമില്ല. വിദ്യ എന്തിനുള്ളതാ? സാ വിദ്യ തന്മതിരീയ. വിദ്യ എന്തിനുള്ളതാണ്? ഭഗവാനിൽ ബുദ്ധി ഉറക്കാനുള്ളതാണ്. അപ്പോൾ അതിന് പാകത്തിൽ ഗുരുനാഥനിൽ നിന്ന് അറിയേണ്ടത് അറിയണം. എന്തെങ്കിലും അറിഞ്ഞിട്ട് കാര്യമില്ല. ഉപനിഷത്തിൽ ചോദിക്കില്ലേ ശ്വേതകേതുവിനോട്, ഉണ്ണി നീ അറിയേണ്ടത് അറിഞ്ഞോ എന്നാ അച്ഛൻ ചോദിക്കണത്. എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം ചെയ്തുവോ എന്നുള്ളതല്ല, അതിൽ പ്രയോജനമൊന്നുമില്ല. ഒരു കൂട്ടം വിദ്യ. അപ്പൊ അത് പോരാ, അറിയേണ്ടത് അറിഞ്ഞോ? അതറിഞ്ഞ് ഗുരുനാഥന്റെ കൃപയ്ക്ക് പാത്രമായോ? എന്നാൽ പൂർണ്ണനായി. ഇന്നിപ്പോ ഞാനിവിടെ അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയാ? എനിക്കിപ്പോൾ ഒരു പരിഭ്രമമില്ല ഇത്ര വലിയൊരു കുടുംബം കൊണ്ട് നടക്കുമ്പോഴും. അതെന്തുകൊണ്ടാ? അന്ന് ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതായിട്ടുള്ള ശാസ്ത്രവചസ്സുകളാണ് എനിക്കിന്ന് ജീവിതത്തിന് ബലമായിരിക്കുന്നത്. അങ്ങേക്കും അങ്ങനെ തന്നെയല്ലേ? ഈ സംസാരക്കടലിനെ കടക്കാൻ ഗുരുനാഥൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന വചസ്സുകളാണ്, വാക്കുകളാണ് ബലം. തപസ്സുകൊണ്ടോ ദാനാദികളാകുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ടോ ഒന്നും കുരുത്തുള്ളതുപോലെ ബാക്കി ഒന്നുകൊണ്ടും നേരെയാവില്ല. അയാൾക്ക് നല്ല തപസ്സുണ്ട്, പക്ഷെ കുരുത്തല്ല. അയാൾക്ക് നല്ല അറിവുണ്ട്, പക്ഷെ കുരുത്തല്ല. ഗുരോരംഘ്രി പത്മേ മനശ്ചേന്മലഗ്നം തതഃകിം 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 തതഃകിം. ഗുരുനാഥന്റെ ചരണാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതൊക്കെ പ്രയോജനമുള്ളതാവുക എപ്പോഴാ? ഗുരോഹോ അനുഗ്രഹേണൈവ. ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. സർവഭൂതാത്മാവായിരിക്കുന്ന ഗുരുനാഥൻ ആ ഗുരു ശുശ്രൂഷ കൊണ്ട് സന്തോഷിക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും സന്തോഷിക്കില്ല. അല്ല, ഇരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ അന്നത്തെ വിക്രസ് ഓർമ്മ ഉണ്ടോ? എന്താ വിക്രസ്?
ഗുരുദാരൈശ്ചോദിതാനാം ഇന്ധനാനയനേ ക്വചിൽ. ആ ഗുരുപത്നി പറഞ്ഞിട്ട് നമ്മൾ കാട്ടിലേക്ക് പോയത് ഓർമ്മല്ലേ? പ്രവിഷ്ടാനാം മഹാരണ്യം അപർത്തൗ സുമഹദ്വിജ. സുധാമാവേ, അന്ന് ഇങ്ങനെ വെയിലുള്ള കാലത്ത് എവിടുന്ന് അങ്ങനെ മഴ പെയ്യ? അന്നൊരു അസമയത്തൊരു മഴ നമ്മളെ കാട്ടിലേക്ക് കടന്നതും അപ്പം പെയ്തു അർത്ഥം. അത് വരിയില്ല, അത് കഴിഞ്ഞിട്ടുമില്ല. അന്ന് പെയ്തൊരു മഴ, എൻ്റെ ഈശ്വര, ഈട്ടിയും മിന്നലും. കട്ടകാലത്തിന് അന്ന് സൂര്യൻ ഇത്തിരി നേരത്തെ പോയി. അല്ലെങ്കിൽ അയാൾ കൃത്യസമയം പാലിക്കുന്നതാ. 6:30 ആയാലും പോവില്ല, 7 ആയാലും ചിലപ്പോൾ പോവുക പതിവില്ല. ചില വേനൽക്കാലത്തൊക്കെ അന്ന് 5 മണിക്ക് തന്നെ പോയി. സൂര്യശ്ചാസ്തം ഗത താവത്തമസാചാവൃതാദിശ. എങ്ങും ഇരുട്ട്, നിമ്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന. ഉണ്ടേതാ ഉന്നേതാ, വള്ളികൾ എവിടെയാണുള്ളത്, പാറ എവിടെയാണുള്ളത്, ഒന്നും നിശ്ചയില്ല. ആകെ ഒരു ഇരുട്ട്, മുഴുവൻ വെള്ളവും. അങ്ങനെ വയം ഭൃശം തത്ര മഹാനിലംബുഭിർനിഹന്യമാനാമുഹു അംബുസംപ്ലവേ ദിശോ വിദന്തോധ പരസ്പരം വനേ ഗൃഹീതഹസ്ത പരിബഭ്രിമാതുര. അന്നതുപോലെ നമ്മൾ കയ്യും കോർത്ത് പിടിച്ച് ആ വള്ളിക്കുടിലിൻ്റെ ഉള്ളിലെ കിടുകിടുകിടുന്നനെ പേടിച്ചിട്ടും തണുത്തിട്ടും വറച്ച് 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 അവിടെ കഴിഞ്ഞുകൂടിയ ആ സംഗതി ഗുരുനാഥൻ അറിഞ്ഞു. ഇനി എന്തൊക്കെ ഉണ്ടാവുക മനസ്സില്ല. നമ്മളെ കാണാണ്ട് അദ്ദേഹം ആകെ പരിഭ്രമിച്ച് നടക്കുകയാണ്. കാട്ടിലൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. കുട്ടികളെ കുട്ടികളെ, നിങ്ങൾ എവിടെയാണ് 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 എന്ന് അന്വേഷിച്ച് അവസാനം കണ്ടെത്തി. പക്ഷെ അദ്ദേഹത്തിന് തരിമ്പും നമ്മളോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എൻ്റെ കുട്ടികളെ, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലും കണക്കാക്കാണ്ട് ഇങ്ങനെ ഒരു കൂട്ടം കാട്ടിയില്ലോ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം അവനോനെ. നിങ്ങളുടെ കാര്യം പോലും ഉപേക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിച്ചില്ലേ? ഇങ്ങനെ തന്നെയാണ് മിടുക്കന്മാരായിട്ടുള്ള ശിഷ്യന്മാർ വേണ്ടത്. ഏതദേവഹി സച്ഛിഷ്യൈഃ കർത്തവ്യം ഗുരുനിഷ്കൃതം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദക്ഷിണ. ഇതാണ് ഗുരുനാഥനോട് മറുപടിയായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവനവനെ പോലും മറന്നുകൊണ്ട് ഗുരുനാഥന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ ഈ ശുദ്ധമായ ഹൃദയം, ഇത് കണ്ട എനിക്ക് വളരെ സന്തോഷമായി. ഈ കുട്ടികളെ, നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ മനോരഥങ്ങളെല്ലാം സത്യമായിട്ട് ഭവിക്കട്ടെ. ഛന്ദംസി അയാതയാമാനി ഭവന്തു ഇഹ പരത്രച. ഇഹത്തിലും പരത്തിലും നിങ്ങൾ അഭ്യസിച്ച വിദ്യകളെല്ലാം നിങ്ങൾക്ക് അപ്പ പഠിച്ചതുപോലെ ഉപകാരത്തിന് ഉണ്ടായിത്തീരട്ടെ. കുറെ വിദ്യ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതാ വേണ്ട സമയത്തായിട്ട് തോന്നണം. അതിനെന്ത് വേണം? അതിന് കുരുത്തം വേണം. ഇത്തം വിധാനി അനേകാനി വസതാം ഗുരുവേ സ്മസു. ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഇങ്ങനെയുള്ള ഗുരുനാഥന്റെ ഭവനത്തിൽ കഴിഞ്ഞുകൂടുന്ന കാലത്ത് അനുഷ്ഠിച്ചതായിട്ടുള്ള കർമ്മങ്ങൾ, അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ഗുരുവനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരുവൻ പൂർണ്ണതയെ പ്രാപിക്കുന്നത്, ശാന്തിയെ പ്രാപിക്കുന്നത് എന്ന് ഗുരുവായൂരപ്പൻ തന്നെ പറയുന്നു. അപ്പൊ ഗുരു ശുശ്രൂഷ എന്നുള്ളത് വളരെയധികം വേണ്ടതായൊരു സംഗതിയാണ്. ആ ഗുരു ശുശ്രൂഷ വേണ്ടതുപോലെ ആയാൽ നല്ലോണം കുരുത്തുണ്ടാവും. അറിവ് വേണ്ടതുപോലെ പ്രകാശിക്കും. കുരുത്തുണ്ടാവണം വെച്ചാൽ
ഗുരുനാഥന്മാരെ സേവിക്കുക തന്നെ വേണം. ആരാ ഭാഗവതം? ഇന്ന ആളാ, എനിക്ക് ഭാഗവതം ഉപദേശിച്ചത് വലിയ ആളാ. അത് ഉപദേശിച്ചതുകൊണ്ട് കാര്യമില്ല. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു, അദ്ദേഹത്തെ അമായയാ അനുവർത്തിച്ചു. ആചാര്യനിൽ നിന്ന് ആ അനുഗ്രഹം ലഭിക്കാനായിട്ട് കിട്ടിയതെല്ലാം അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സേവിച്ചു. അതുണ്ടായിട്ടൊന്നുമില്ല. എന്നാൽ പൂർണ്ണത ഉണ്ടായിക്കൊള്ളുന്നില്ല. പൂർണ്ണതയുണ്ടായി, തൃപ്തിയുണ്ടായി, ശാന്തി അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗുരു ശുശ്രൂഷ തന്നെ ചെയ്യണം എന്നർത്ഥം. ഇന്ന് അതൊട്ടും ഇല്ലാണ്ടായിരിക്കും ഇക്കാലത്ത്. അത് മഹാമോശം. അങ്ങനെ പോരാ. ഗുരുനാഥന്മാരെ സേവിക്കണം. ഏത് വിദ്യയും പരമാർത്ഥത്തിലേക്കുള്ള വഴിയായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യരാവാൻ ഓരോ ശിഷ്യന്മാരും തയ്യാറാവണം. ഞാൻ അവിടുന്ന് ഭാഗവതം പഠിച്ചത്, ഞാൻ ഇവിടുന്നാണ് ഭാഗവതം മേടിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ഒപ്പുള്ള ഭാഗവത മേടിച്ചത്, ഇന്ന ആളുടെ ഫോട്ടോ ഉള്ള ഭാഗവത മേടിച്ചത്, അതാ വായിക്കണത്. ഇതുകൊണ്ട് കാര്യമായില്ല. പിന്നെന്ത് വേണം? ഗുരു ശുശ്രൂഷയാ യഥാ. ഗുരുവായൂരപ്പൻ അതാ പറയണത്, ഗുരു ശുശ്രൂഷ കൊണ്ട് ഒരുവൻ നേരെയാവണത് പോലെ വേറെ എന്തുകൊണ്ടും നേരെയാവില്ല എന്നാണ്. അതുകൊണ്ട് നല്ലോണം ഗുരുനാഥന്മാരെ സേവിക്കുക. അതുകൊണ്ടാണ് പൂർണ്ണത ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ എന്നർത്ഥം. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ മറുപടിയായിട്ട് ബ്രാഹ്മണനും പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സത്യകാമനായിരിക്കുന്ന അങ്ങയുടെ ഇച്ഛ കൊണ്ടല്ലേ ഒരാള്, ഗുരുവായൂരപ്പൻ പറയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം ഏറ്റവും കേമെന്ന്. അപ്പോ ആ സുദാമാവ് പറയാണ്, ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് ആരാ അനുഗ്രഹിച്ചത്? ഒക്കെ അങ്ങയുടെ ഇച്ഛ പോലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ആ ഗുരുനാഥൻ്റെ ഭവനത്തിലുള്ള അങ്ങയുടെ വാസം പോലും അങ്ങേക്കൊരാവശ്യമില്ല. പൂർണ്ണനും എന്താണ് നിത്യബുദ്ധമുക്ത സ്വരൂപമായിരിക്കുന്ന അങ്ങേക്കിപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് വന്ന് വിദ്യ അഭ്യസിച്ചിട്ട് വേണോ? അത് തന്നെ അങ്ങയുടെ ഒരു ലീലയാണ്. ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ ഈ കുടുംബമൊക്കെ അങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങ് പറയണതൊക്കെ അത്യന്ത വിഡംബനമാണ്. ആവട്ടെ, ഞങ്ങളൊക്കെ അങ്ങനെയാ പറയണത് ശരിയാണ്, പക്ഷെ അങ്ങങ്ങനെ പറയണതിൽ അർത്ഥമൊന്നുമില്ല എന്നൊക്കെ സുദാമാവും പറഞ്ഞു. ആവട്ടെ. അല്ല, അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാന്ന് തന്നെയാണ് നിരീക്ഷേക്കണത്. ഇവിടെ ഏതാണ്ടൊക്കെ ചിലതൊക്കെ കഴിക്കണ നേരമൊക്കെ ആയി തുടങ്ങി. എന്തോ അങ്ങയുടെ കയ്യിൽ ഒരു കിഴി കാണാനുണ്ടല്ലോ. കുറച്ചേളവ് നിരീക്ഷിച്ച് തരാണ്ടിരിക്കുന്നു വേണ്ടാട്ടോ. എന്തോ കൊണ്ടുവന്നിട്ടുണ്ടത് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭക്തജനങ്ങൾക്ക് എനിക്ക് എത്രണ്ടും തരണു എന്നുള്ളതല്ല ഞാൻ നോക്കുക. പ്രേമത്തോടു കൂടിയിട്ട് അവർ തരണത് ഞാൻ സസന്തോഷം സ്വീകരിക്കും. പ്രേമല്ലാണ്ട് ആര് എത്രണ്ടും കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടും കാര്യമില്ല. ഞാനതൊന്നും തിരിഞ്ഞു നോക്കാറില്ല. ഭൂര്യപി അഭക്തോപഹൃതം നമേ തോഷായ കൽപ്പത. കേമായിട്ടാണ്ടായേ, പക്ഷെ ഭക്തി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനത് തിരിഞ്ഞു നോക്കില്ല. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി. എനിക്ക് ഭക്തിയോടുകൂടിയിട്ട് ആര് ഒരു പുഷ്പം മതി, വേണ്ട പൂവൊന്നും ഉണ്ടായില്ല, ഒരു ഇലേ കിട്ടിയുള്ളൂ, അത് മതി. ഒരു പഴം വേണ്ട, ഒരു തുള്ളി വെള്ളം, കൃഷ്ണായ നമഃ എന്ന് വിചാരിച്ച് ഒരു തുള്ളി വെള്ളം സമർപ്പിച്ചാൽ മതി, എനിക്ക് സന്തോഷാവും. ചിലർ നിരീക്കണത് എന്തൊക്കെയോ വലിയ മല മറിച്ചാലേ ഭഗവാന് സന്തോഷാവുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. മല മറിച്ചു, ഭക്തി ഇല്ല, തിരിഞ്ഞു നോക്കില്ല ഭഗവാൻ. ഭക്തി ഉണ്ട്, എന്തു കൊടുക്കണു എന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കണു, അതാണ് ഭഗവാൻ അന്വേഷിക്കുക എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഭക്തിയോട് കൂടിയിട്ട് സുദാമാവ് കൊണ്ടുവന്നത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്താണ്, എത്ര ഉണ്ടോ എന്നൊന്നും ആലോചിക്കേണ്ട, അങ്ങോട്ട് തന്നോളൂ എന്നാ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥച്ചാലും
ആ സുദാമാവിന് ഇങ്ങോട്ട് നാണക്കേട് തോന്നിയിത്രേ. ശ്രീപതിയായിരിക്കുന്ന ഭഗവാന് ഒരു പുഷ്പം കൊടുത്താൽ തന്നെ സന്തോഷാവും, ഒരു തുള്ളി വെള്ളം കൊടുത്താൽ തന്നെ സന്തോഷാവും, ഭക്തി ഉണ്ടായാൽ മതി എന്നല്ലേ പറഞ്ഞത്? എനിക്ക് അത്രയൊക്കെ ആയോ? എനിക്ക് അത്രയൊക്കെ ഭക്തിയൊക്കെ ആയോ? ഏയ്, ഞാൻ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഭക്തി ഇല്ലെങ്കിൽ സുദാമാവ് അവിടെ കയ്യിൽ വെച്ചാൽ മതി എന്നല്ലേ ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് സുദാമാവ് വിചാരിച്ചത്. പക്ഷെ ഭഗവാൻ വിചാരിച്ചു, ആ ഇപ്പോ അദ്ദേഹം അത് തരാൻ ഭാവമില്ലാലേ, എന്നാൽ ഞാനൊരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ട്. സർവഭൂതാത്മദൃക്. ഭഗവാൻ ഒരാളും പറഞ്ഞിട്ടൊന്നും വേണ്ട, ഭഗവാനെ ഞാനൊരു പാവല്ലേ, അങ്ങേപ്പുറത്ത് ഒരുത്തനെ വെറുതെ ആവശ്യമില്ലാണ്ട് തല്ലിയിട്ടാ വരണതേ, എന്നിട്ട് പറയാ ഞാനൊരു പാവല്ലേ, ഒരു പാപം ഒന്നും വരെ ചെയ്തിട്ടില്ലല്ലോ എന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് അയാൾ പാപി പാവാവില്ല. സർവഭൂതാത്മദൃക്കാണ് ഭഗവാൻ, എല്ലാവരുടെയും ഹൃദയം കാണുന്ന ആളാ ഭഗവാൻ. അവിടെ ഒരു കള്ളത്തരവും നടക്കില്ല. ഭക്തിയുണ്ട് 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 എന്ന് നടിച്ചതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലാതെ ഉണ്ടാവുന്ന വേണം, ശരിക്കും ഉണ്ടാവുന്ന വേണം. എന്നാൽ തന്നെ ഭഗവാന് സന്തോഷാവുള്ളൂ. അപ്പൊ അത് ഭഗവാൻ അറിയാലോ. സുദാമാവിന്റെ അന്തരംഗത്തില് എന്താ ഉള്ളത് എന്ന് ഭഗവാൻ അറിയാലോ. തസ്യാഗമന കാരണം വിജ്ഞായ. എന്തുകൊണ്ടേ അദ്ദേഹം ഇങ്ങോട്ട് വന്നത്? മായം ശ്രീകാമ മാ ഭജത്പുര. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് എൻ്റെ നിന്ന് കിട്ടണം തിരിച്ചിട്ടല്ല വന്നുള്ളത്. ഇതിനു മുമ്പേ ഇത്ര കാലം എന്നെ ഭജിച്ചിട്ട് വല്ലതും കൃഷ്ണന്റെ എന്ന് തരാക്കണം എന്ന് സുദാമാവ് വിചാരിച്ചിട്ടില്ല. പിന്നെ എന്താ ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് പോരാൻ? പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയാ പ്രാപ്തോ മാം. ആ പത്നിക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നേക്കണത്. ഞാൻ അദ്ദേഹത്തിന് അമർത്യ ദുർലഭമായിരിക്കുന്ന സമ്പത്തിനെ നൽകുന്നുണ്ട്. ഒരു ദേവന്മാർക്കും ആലോചിക്കാൻ പോലും പറ്റാത്തതായ സമൃദ്ധി ഞാൻ ഇദ്ദേഹത്തിന് നൽകാൻ പോകുന്നു എന്നങ്ങോട്ട് കണക്കാക്കി ഭഗവാൻ ആ അവിൽക്കിഴി തട്ടി പറിച്ചങ്ങോട്ട് എടുത്ത് അത് തുറന്ന് അതിൽ നിന്ന് എന്തൊരു സ്വാദാണ് എന്ന് പറഞ്ഞ് ഒരു പിടി അവിലാണ്ട് കഴിച്ചു. ഇതുപോലൊരു സ്വാദുള്ള സമ്മാനം കൊണ്ടുവന്നിട്ടാണോ എനിക്ക് തരാണ്ടിരുന്നത്? എനിക്കിങ്ങനെ എന്താ ശരിയാത്ത ലോകത്തുള്ള എല്ലാവരും കൂടി എന്നെ ഒരുമിച്ച് കൊണ്ട് സന്തോഷിപ്പിച്ചതുപോലെ തോന്നുന്നു. എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ്, തിരിയും കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞ അടുത്ത ഒരു പിടി കൊണ്ടെടുത്തപ്പോഴേക്കും ദേവി, ആ ലക്ഷ്മി ദേവി ശ്രീർജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിനഃ. അത് മതി, അത്രേ വേണ്ടൂ, ഞാൻ കൊടുത്തോളാം. എന്താ അദ്ദേഹത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അഞ്ഞി അത് ഈ കൊട്ടനവര് കഴിക്കൊന്നും വേണ്ട, അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് മുട്ടിയായിട്ട് പിടിച്ചു. സർവസമ്പൽ സമൃദ്ധിക്ക് ഇത്രേ വേണ്ടൂ ഭഗവാൻ എന്ന് പറഞ്ഞു എന്നാണ്. ഏതാവതാരം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേ അഥവാ അമുഷ്മിൻ. ഇഹത്തിലോ അഥവാ പരത്തിലോ പോലും സുഖം കിട്ടാൻ അങ്ങയുടെ ഈ പ്രവൃത്തിയല്ലേ വേണ്ടുള്ളൂ. ഇതിൽ പരെന്താ വേണ്ടത്? ശരി, മതിച്ചാ മതി, ഒക്കെ രുക്മിണി പറയുന്ന പോലെ അല്ലേ, മതി ഉണക്കളും എന്ന് പറഞ്ഞ് ആ രുക്മിണി ദേവിയുടെ കയ്യിലേക്ക് അഥവാ ആരാണോ അവിടെ അടുത്തുള്ള ലക്ഷ്മി ചാൽ ആ ലക്ഷ്മി, ഈ നാരായണീയത്തിലൊക്കെ മിത്രവിന്ദയുടെ അവിടേക്കാ പോയത് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഒരു ശ്രീമത്തായ ഭവനത്തിലേക്ക് എന്നല്ലേ ഭാഗവത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഏതോ 16,000 ചില്ലാനം ലക്ഷ്മിമാരുള്ളതിൽ ഒരു ലക്ഷ്മി, അങ്ങനെ ഒന്നിൻ്റെ മതിയെന്ന്. ഏത് ഈ സുദാമാവിന് കിട്ടിയ സാമാന്യമായിരിക്കുന്ന ഇഹത്തിലോ പരത്തിലോ ഉള്ള സമ്പത്തിന് സമൃദ്ധിക്ക് എത്രേ വേണ്ടൂ, ഏതാവതാലൻ മതിയെന്ന്. ഉപ്പൊക്കെ ഇടുമ്പോ അങ്ങനെ ചോദിക്കില്ലേ, ചോദിച്ചിട്ട് അത്യാവശ്യം അടുത്തുള്ള ആളോട് മതിയെന്ന് എന്ന് പറയണ പോലെ ഏതാവതാലം മതി എന്ന് പറഞ്ഞ് ആ ലക്ഷ്മി ദേവി രണ്ടാമത് ഒരു മുട്ടി എടുക്കാൻ സമ്മതിച്ചില്ല.
അന്ന് രാത്രി മുഴുവൻ അവിടെ പലതും പറഞ്ഞും കേട്ടും അങ്ങനെ കഴിഞ്ഞുകൂടി. പ്രഭാതമായപ്പോൾ എന്നാൽ പാരാതേ മൽ കുടുംബിനി വരവും മേ ഹരേ പാർത്തു മരുവും ശിശുക്കള് ദർശനം പുനരസ്തു പുഷ്കര വിലോചന. അഞ്ഞി പിന്നെ കാണാം കൃഷ്ണ, ഞാൻ പുറപ്പെടട്ടെ. സുദാമാവേ, സുദാമാവിൻ്റെ പ്രേമത്തിന് ഇത്ര സ്വാദുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് ആ സുദാമാവിനെ ഭഗവാൻ യാത്രയാക്കുമ്പോൾ അദ്ദേഹം ആലോചിച്ചു, എന്തേ പെണ്ണായി, ഞാനോട്ടൊന്നും ചോദിച്ചതുമില്ല. ഇവിടേക്ക് പുറപ്പെട്ട് പോന്നപ്പോഴാണ് ആ കാര്യമൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ പിന്നെ അത് ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. ഇത് ബ്രഹ്മാനന്ദത്തിൽ പെട്ടതുപോലെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് അയ്യോ, ഞാൻ ഇനി എന്താ പത്നിയോട് പോയി പറയാ, ഭഗവാനാണെങ്കിൽ എന്നെ ദേവദേവനെ പോലെ പൂജിച്ചു, ഞാൻ ഭഗവാന്റെ ആ പ്രവൃത്തികളിലൊക്കെ അങ്ങോട്ട് മതി മറക്കും ചെയ്തു. സാരില്ല, എൻ്റെ പത്നിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാത്തതൊന്നുമില്ല. പതിവ്രത, പതിവ്രതയാണ് പത്നി, അവർക്ക് മനസ്സിലാവും. എന്ത്? അധനോയം ധനം പ്രാപ്യമാദ്യന്നുച്ചൈർമ മാം സ്മരേൽ. അധനനായ ഞാൻ ധനികനായാൽ അതിൽ മതിമറന്ന് അഹങ്കരിച്ച് അമ്പട ഞാനേ എന്ന് വിചാരിച്ചു തുടങ്ങിയാൽ കൃഷ്ണനെ മറക്കില്ലേ? അങ്ങനെ ഞാൻ കൃഷ്ണനെ മറക്കരുതെന്ന് എന്നേക്കാ നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊന്നും തരാഞ്ഞത്. ഇത് കണക്കാക്കി. അപ്പൊ ഇതും ഭഗവാന്റെ കാരുണ്യാണ്. ധനം ഇല്ലാണ്ടിരിക്കുന്നതും ഭഗവാന്റെ കാരുണ്യാണെന്ന് അദ്ദേഹം വിചാരിക്കണതേ. ധനം ഉണ്ടായാലാണ് ഭഗവാന്റെ കാരുണ്യം എന്നാണ് പത്നി പറഞ്ഞയച്ചത്. ഇനിയിപ്പോ ചെന്നാ പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താ? അതല്ല കാരുണ്യം. പിന്നെയോ, ധനം ഇല്ലാണ്ടിരുന്നോട്ടെ, എന്നാൽ ഇയാൾ അഹങ്കരിക്കില്ലല്ലോ. ധനം വന്നാൽ ഇയാൾ അഹങ്കരിച്ച് എന്നെ മറന്നു കിടങ്ങും. അതരുതെന്ന് ഭഗവാൻ തന്നെ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ കാരുണ്യം. അല്ലാണ്ട് ധനികനായിക്കോട്ടെ. ആ പൃഥു മഹാരാജാവ് പറയുന്നുണ്ട്, അല്ല അല്ലെങ്കിലും ഞാനും അങ്ങയുടെ ഭാര്യയും തമ്മിൽ ചേരില്ല. അതെന്താ? അല്ല, എനിക്കിപ്പോ ആഗ്രഹമൊക്കെ ഉണ്ടേ. എന്താ? അങ്ങയുടെ പാദങ്ങൾ ശുശ്രൂഷം കൊണ്ട് അവിടെ ഇരിക്കണമെന്ന്. അയ്യോ, അതെങ്ങനെയാ പൃഥു മഹാരാജാവേ ശരിയാവുക? അവിടെ അപ്പം ആ പോസ്റ്റിൽ വേറൊരാൾ. അതാ ഞാൻ പറയുന്നത്, അവരെ ഡിസ്മിസ് ചെയ്തോളൂ, അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ ചേരില്ല. കാരണം ഞാൻ അങ്ങേ ഉപാസിച്ച് തുടങ്ങിയാൽ അപ്പം അവരവിടുന്ന് എൻ്റെ ബാങ്കിലേക്ക് ഇങ്ങനെ കാശിങ്ങനെ ഇടായി. എവിടുന്നാ അത് വരണത് ആവശ്യമില്ല, ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളുക. ഒരു പണി എടുത്തിട്ടില്ല, എന്നാലും ഇങ്ങനെ കൊണ്ടുവന്ന്. അപ്പം അങ്ങനെ ആ ധനം ഇങ്ങനെ നിറച്ച് 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 നിറച്ചിങ്ങനെ വന്നാൽ അതങ്ങോട്ട് നിറഞ്ഞ മുമ്പിൽ അങ്ങോട്ട് കൂടിയാൽ പിന്നെ അങ്ങേ ഞാൻ കാണില്ലല്ലോ. അപ്പം പിന്നെ അവർക്ക് കാല് തലോടി കൊണ്ട് തന്നെ ഇരിക്കാലോ, എനിക്ക് തലോടാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് നല്ല കുണിട്ടുണ്ട് എന്നോട് എന്നാണ് പൃഥു മഹാരാജാവ് പറയണത്. അപ്പം അതുപോലെ ഞാൻ അധപ്പതിക്കരുത് എന്ന് ഭഗവാന് കാരുണ്യമുള്ളതുകൊണ്ടാണ് എനിക്ക് ധനം തരാഞ്ഞതെന്ന്. ഇതി തച്ചിന്തയന്നന്തപ്രാപ്തോ നിജഗൃഹാന്തികം. അങ്ങനെ തൻ്റെ ഭവനത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കുറേ വിമാനങ്ങൾ ഇങ്ങനെ കാണുന്നു. എന്താ? വിചിത്രങ്ങളായിരിക്കുന്ന പൂങ്കാവനങ്ങള്, ഉദ്യാനങ്ങള്, കുട്ടികൾ കളിക്കണു, ധാരാളം ദേവസ്ത്രീകളെ പോലെ തോന്നുന്ന സ്ത്രീകൾ നടക്കണു, പുരുഷന്മാർ നടക്കണു, ആകെ അങ്ങനെ തിളങ്ങുന്ന ഭവനങ്ങള്. ആ പ്രദേശമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഇതിപ്പോ എന്താ സംഭവിച്ചത് മനസ്സിലാവാണ്ട് അദ്ദേഹം ഇങ്ങനെ ആകെ അങ്കലാപ്പിൽ നിൽക്കുമ്പോഴാണ് പത്നി ഇവിടെ വന്നത് അർത്ഥം. സാക്ഷാൽ ലക്ഷ്മീദേവിയെ പോലെ തോന്നിക്കുന്ന ആ പത്നി വന്ന് നമസ്കരിക്കുന്നു, മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു. ആ സമൃദ്ധിയിലേക്ക്
ആ പത്നി പിടിച്ചു കൂട്ടി കൊണ്ടുപോണ സമയത്ത് സ്വർണമയ്യായിരിക്കുന്ന ഭവനം, രത്നഖചിതങ്ങളായിരിക്കുന്ന അവിടുത്തെ മറ്റുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനൊരു ഉറപ്പുണ്ടായി, ഞാനിപ്പോൾ ഈ കാണുന്ന ഈ സമൃദ്ധിക്ക് മുഴുവൻ കാരണം, ഇതിന് മുഴുവനും കാരണം മഹാവിഭൂതിയായിരിക്കുന്ന ഭഗവത് ദർശനമല്ലാതെ മറ്റൊന്നുമല്ല. മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേത, വേറൊന്നുമല്ല ഇതിന് കാരണം. ഞാൻ വല്ലതും പറഞ്ഞു അദ്ദേഹത്തോട്? ഞാൻ വല്ലതും അദ്ദേഹത്തോട് യാചിക്കുകയുണ്ടായോ? ഞാൻ വല്ലതും തരാമെന്ന് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറയുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പർജന്യവത്തസ്വയമീക്ഷമാണോദാചാര്യ കാണാമൃഷഭ സഖാമേ. കൂട്ടുകാരൻ അങ്ങനെയല്ലേ? അയാൾക്ക് അത് വേണ്ടിയും അത് അയാൾ എന്താ വെച്ചാൽ കാട്ടിക്കോട്ടെ, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് കണക്കാക്കിയിട്ട് ഒരാത്മമിത്രം തൻ്റെ സുഹൃത്തിൻ്റെ, തൻ്റെ സഖാവിൻ്റെ ആവശ്യം എന്തെന്ന് പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്നത് പോലെയല്ലേ ഭഗവാൻ എന്നോട് പ്രവർത്തിച്ചത്? ഒരു സുഹൃത്ത് എന്നുള്ളത് പോലെയല്ലേ ഭഗവാൻ എന്നോട് പ്രവർത്തിച്ചത്? ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ്റെ പോലെയല്ലേ ഭഗവാൻ എന്നോട് പ്രവർത്തിച്ചത്? മഴ പെയ്യിക്കണത് പോലെ ആ ഭഗവാൻ എന്നിൽ കാരുണ്യം പെയ്യിച്ചു. ഞാൻ അങ്കിട് എന്തേ കൊടുത്തത്? ഭഗവാൻ എന്താ അങ്കിട് തന്നത്? അതാണ് ഭൂര്യപി അഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ എന്നാ ഭഗവാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഭഗവാൻ ചെയ്തത് എന്താണ്? ഭൽഗ്വപി ഭൂരികാരി, നല്ല ഹൃദയത്തോടു കൂടിയിട്ട് ഒരിത്തിരി അവര് കൊടുത്തപ്പോൾ ധാരാളമായിട്ട് എന്തോന്ന് കിട്ടിയതുപോലെ അതിനൊരു പ്രത്യുപകാരം ചെയ്യണത് പോലെയാണ് ഭഗവാൻ ഇന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഈ ഭഗവാനുമായിട്ടുള്ള സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യഭാവങ്ങൾ നീ എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും എനിക്ക് വിരോധമില്ല. ഈ ജന്മത്തോടു കൂടിയിട്ട് ജന്മകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് മുക്തി കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ അങ്ങനെ മുക്തി കിട്ടണമെന്ന് നിരീക്ഷിച്ചിട്ട് ഭഗവാനെ ആശ്രയിക്കുന്ന ആളുമല്ല. സാരോഗ്യ സാക്ഷി സാമീപ്യ സാരൂപ്യ ഐകത്മം അപ്യുത ദീയമാനം ന ഗൃഹാമി. ഞാൻ അതൊന്നും മേടിക്കണില്ല, എനിക്കതൊന്നും വേണ്ട. എനിക്ക് ഇനിയും ജനിക്കണം. എന്തിന്? കൃഷ്ണന്റെ സൗഹൃദം ഉണ്ടാവാൻ, കൃഷ്ണനുമായിട്ടുള്ള സഖ്യമുണ്ടാവാൻ, കൃഷ്ണൻ എൻ്റെ മിത്രാണ് എന്ന് പറയാൻ. ഞാൻ കൃഷ്ണസ്യ ദാസോസ്മ്യഹം എന്ന് പറയാൻ ഇനി എനിക്ക് അനവധി 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 ജന്മങ്ങൾ ഉണ്ടാവട്ടെ. ധാരാളം സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്യുന്നതായ ജന്മങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ടാവട്ടെ. ഭഗവാൻ തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ സമയത്ത് അനവധി വട്ടം ആലോചിക്കും, എന്നിട്ടേ കൊടുക്കുള്ളൂ. എന്താലോചിക്കും? ഇതിപ്പോ കൂട്ടുത്താ പോയി പതേ, കയ്യിൽ കുറച്ച് കാലം മെനക്കെട്ടുണ്ടാക്കി വെച്ചത് അതൊന്നും ഒരു ലേശം എടുത്താണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ ധാരാളമുണ്ട്. ആ ധാരാളം ഉണ്ടാച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക തന്നെ കയ്യിലുള്ളതൊക്കെ. അങ്ങനെ ഭഗവാൻ കൊടുക്കാറില്ല. അതെന്താ? രാജ്യമാകട്ടെ, വൈഭവങ്ങളാവട്ടെ, സമ്പത്താവട്ടെ, എന്തായാലും കൊടുക്കണ സമയത്ത് ഒന്ന് ആലോചിക്കും. എന്താലോചിക്കും? ധനികൾക്ക് മതോദ്ഭവമായിരിക്കുന്ന നിപാതം ഇളക്ക് വരുമോ? കാശുകാരനായി കഴിഞ്ഞാൽ അഹങ്കാരം കൊണ്ട് അധപ്പതിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ നാട്ടിൽ നടപ്പുണ്ട്. അത് ഇളക്കുണ്ടാവോന്ന് നല്ലോണം നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതുണ്ടാവും വെച്ചാൽ കൊടുക്കില്ല, പള്ള പോലെ അങ്ങോട്ട് പോയാൽ മതി. അല്ല, അത് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലോ ധാരാളം കൊടുക്കുക. ഈ വിചാരത്തോടു കൂടിയിട്ട് ജനാർദ്ദനാകുന്ന ഭഗവാങ്കൽ അതീവമായി ഭക്തി ചെയ്ത് വിഷയസുഖങ്ങളെ തൻ്റെ പത്നിയോട് കൂടിയിട്ട് ത്യാഗഭാവത്തോടു കൂടി അദ്ദേഹം പ്രസാദബുദ്ധ്യ ഉപയോഗിച്ചു. ഇങ്ങനെ ഭഗവാന്റെ സുഹൃത്തായ ആ സുദാമാവ് ഒട്ടും വിഷയലംബടനാവാതെ കണ്ട് താൻ നൽകിയ സമ്മാനങ്ങളെ ആസ്വദിക്കണത് കണ്ടപ്പോൾ ഭഗവാന് തോന്നിയിത്രേ, ഞാൻ തോറ്റു ഈ സുദാമാവിനെ കൊണ്ട്. അതെന്താ?
എല്ലാവരും ഭഗവാനെ എന്താ വിളിക്കുക? അജിത. ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവനത. പക്ഷെ ഇന്നിപ്പോ ആ സുദാമാവ് താൻ കൊടുത്ത വിഷയങ്ങളെയൊക്കെ പ്രസാദബുദ്ധ്യാസ സന്തോഷം ഒരു ഈശ്വരാരാധന ചെയ്യുന്ന ഭാവത്തോട് കൂടിയിട്ട് ഉപയോഗിക്കണ കണ്ടപ്പോ അജിതൻ എന്നെ വിളിക്കണ്ട, പിന്നെയോ പരാജിതൻ എന്ന് വിളിച്ചോളൂ. നീ പതാവാകുന്നാ തോന്നുന്നത് ഈ സുദാമാവിന്റെ പ്രവൃത്തി കാണുമ്പോൾ. എന്നിങ്ങനെ ബ്രഹ്മണ്യദേവനായിരിക്കുന്ന ഭഗവാന്റെ ബ്രഹ്മണ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതായ ഈ കഥ നമ്മൾ കേട്ടാൽ നമുക്കും കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനമുണ്ടാവും എന്ന് സുദാമാവിൻ്റെ ചരിത്രം, അവിലിൻ്റെ കഥ, അലിവിൻ്റെ കഥ 2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ